ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് ചോറ് വെച്ചിട്ട് ചെയ്യാവുന്നൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ശർക്കര പാനി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബ്രൗൺ കളറിലുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡാർക്ക് കളറിലുള്ള ശർക്കര കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതെടുക്കുക. അതാകുമ്പോൾ നമ്മുടെ കിണ്ണത്തപ്പത്തിന് നല്ലൊരു ഡാർക്ക് കളർ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഈ ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ശർക്കര മെൽറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള ചോറൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചോറ് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 5 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ചോറ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചോറ് ഇവിടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് പാൽപ്പൊടിയോ പശുവിൻ പാലോ ചേർത്ത് കിണ്ണത്തപ്പം ഉണ്ടാക്കാം. പക്ഷേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കിണ്ണത്തപ്പത്തിന് ഒന്നുകൂടെ നല്ല ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു അടി കട്ടിയുള്ള പാൻ എടുത്തിട്ട് അതിലേക്ക് ഉരുക്കി അരിച്ച് വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഈ ബാറ്ററും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിക്കായി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഇത് കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നല്ല അടി കട്ടിയുള്ള പാത്രം എടുക്കുക. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തത്. മറ്റു പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല പോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ അത്ര പെട്ടെന്നൊന്നും അടിക്ക് പിടിക്കൂല. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ കുറുകി തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്, ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ ഇത് കുക്കായി വരാനും കുറച്ച് ടൈം എടുക്കും. ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ കുറുകി ഈ പാനിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂറോളം ടൈം എടുക്കും. പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ കുറച്ചുകൂടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ചൂടോട് കൂടി തന്നെ കിണ്ണത്തപ്പം സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ കിണ്ണത്തപ്പം സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ ഒരല്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കിണ്ണത്തപ്പം സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ അല്പം എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കിണ്ണത്തപ്പത്തിൻ്റെ കൂട്ടൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്പാച്ചില എടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കിണ്ണത്തപ്പം ഇവിടെ ചൂടാറി പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ കിണ്ണത്തപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ടൈപ്പ് കിണ്ണത്തപ്പമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.